ഈ ചില ആളുകളൊക്കെ പറയുന്ന പോലെ മുംബൈയിൽ നിന്നും ഡൗൺ സൗത്തിലേക്ക് ഒന്നല്ല രണ്ട് താരങ്ങൾ, മുംബൈ സിറ്റി എഫ് സിയുടെ രണ്ട് താരങ്ങളാണ് രണ്ട് സൗത്ത് ഇന്ത്യൻ ക്ലബ്സിലേക്ക് ചേക്കേറുന്നത്. നമ്പർ 1 ഗുർകീറത്ത് സിംഗ് എന്ന് പറയുന്ന ഇന്ത്യൻ യങ് ഫോർവേഡ് ആയിട്ടുള്ളൊരു താരമാണ്. മുംബൈ സിറ്റി എഫ് സിയിലാണ് കളിക്കുന്നത്. പക്ഷേ ഈ സീസണിൽ ഒരു ഗോളേ അടിച്ചിട്ടുള്ളൂ. അതിന് കാരണം അദ്ദേഹത്തിന് മിനിറ്റ്സ് കുറച്ച് കിട്ടിയിട്ടുള്ളൂ. കാരണം നമുക്കറിയാലോ, അവിടെ ഇപ്പം ഇന്ത്യൻ പ്ലേയേഴ്സായിട്ട് തന്നെ മുന്നേറ്റത്തിൽ നോക്കിയാൽ ബിപിൻ സിംഗും വിക്രം പ്രതാപും ലാലുൻസ്വാല ചാങ്തയും പിന്നെ വിദേശ താരങ്ങളൊക്കെ ഉണ്ട്. അപ്പം അദ്ദേഹത്തിന് അത്രമേലൊരു ഗെയിം ടൈം ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹം ഒരു നല്ല ടാലൻ്റ് ആണ് എന്നുള്ളത് നമുക്കറിയാം. അദ്ദേഹം അണ്ടർ-20 പെർഫോം ചെയ്തിട്ടുണ്ട്, അണ്ടർ-23 അദ്ദേഹത്തിന് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു സ്കോറിങ് എബിലിറ്റി ഒക്കെ ഉള്ളൊരു പ്ലെയർ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്താണ്. അപ്പം ഈ ഒരു താരം ചെന്നൈയിൻ എഫ് സിയിലേക്ക് ചേക്കേറുന്നു എന്നുള്ളതാണ് മൾട്ടിപ്പിൾ ഔട്ട്ലെറ്റ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഔട്ട്ലെറ്റ്സുകളൊക്കെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ഒരു 3 ഇയർ കോൺട്രാക്റ്റിലേക്കൊക്കെ പോകുന്നു എന്നുള്ളതാണ്. ഓവൻ ഗോയൽ പല പ്ലേയേഴ്സിനെയും സൈൻ ചെയ്യുന്നതിനെ പറ്റി നമ്മൾ ഓൾറെഡി സംസാരിച്ചാണ്. അതിനോടൊപ്പം തന്നെ ഗുർകീറത്ത് സിംഗ് കൂടി ചേരുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. അദ്ദേഹം ഒരു ലക്ഷ്യം വെച്ച് തന്നെയാണ്. അദ്ദേഹത്തിന് അടുത്ത സീസണിൽ എന്താണോ നേടേണ്ടതെന്നുള്ള കാര്യം ഇപ്പം തന്നെ വ്യക്തമാണ്. കാരണം ചെന്നൈയിൻ എഫ് സിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വാർത്തകളൊക്കെ അല്ലെങ്കിൽ റൂമേഴ്സൊക്കെ തന്നെ ഇപ്പോഴും നിലവിലുണ്ട്. അപ്പം നമ്മൾ ശക്തമായിട്ട് വരുന്ന കാര്യങ്ങൾ മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ. പ്രത്യേകിച്ച് ഇനിയിപ്പം ചെന്നൈയിൻ എഫ് സിയിൽ ഗുർകീറത്തിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിയെ പറ്റിയൊക്കെ പറയുന്ന സമയത്ത് ഓവൻ ഗോയൽ ഇന്ത്യൻ ഫോർവേഡ്സിനൊക്കെ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നൊരു പരിശീലകനാണ്. ഇപ്പം ഇർഫാൻ യാദ്വാദ് അല്ലെങ്കിൽ റഹീം അലി, ഈവൻ ഫാറൂഖ് ചൗധരി, ഇങ്ങനെയുള്ള പ്ലേയേഴ്സിനൊക്കെ അവിടെ മുന്നേറ്റത്തിൽ ഈവൻ നമ്പർ 9 റോൾ പോലും ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പം ഗുർകീറത്തിനെ പറഞ്ഞ പോലെ വിങ്ങിലും സെൻട്രൽ ഫോർവേഡിലും കളിപ്പിക്കാൻ പറ്റിയ പ്ലെയറാണ്. അപ്പം ആ ഒരു ലക്ഷ്യത്തിൽ തന്നെ ആയിരിക്കണം ഒരു സൈനിങ്. ചിലപ്പം മുന്നേറ്റത്തിൽ ഏതെങ്കിലുമൊക്കെ ഒരു പ്ലെയർ പോകാനുള്ള സാധ്യതകളുണ്ടെന്ന് പറയുന്നു. അപ്പം ഈ പറഞ്ഞ പോലെ ഗുർകീറത്തിനൊക്കെ ഈ ഒരു ടാലൻറ്റ് വൈസ് നോക്കുമ്പോൾ നല്ല ഒരു പ്ലെയർ തന്നെയാണ്. അപ്പം ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി അടുത്തൊരു കാര്യം IFTWs റിപ്പോർട്ട് ചെയ്തതാണ്. ആൽബർട്ടോ നൊഗ്വേറ എന്ന് പറയുന്ന മുംബൈ സിറ്റി എഫ് സിയുടെ മിഡ്ഫീൽഡർ ആയിട്ടുള്ള താരം, ഇദ്ദേഹം ചേക്കേറാനായിട്ട് പോകുന്നത് ബംഗളൂരു എഫ് സിയിലേക്കാണ് എന്നുള്ളതാണ്. അപ്പം നൊഗ്വേരയെ പറ്റി പറയുമ്പോൾ അദ്ദേഹം വന്ന ഫസ്റ്റ് സീസൺ ഗോവയ്ക്ക് വേണ്ടി അദ്ദേഹം നല്ല പെർഫോമൻസ് നടത്തിയിരുന്നു. അന്ന് അദ്ദേഹം ഏറ്റവും കൂടുതൽ അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൊരു പ്ലെയറൊക്കെ ആയിരുന്നു ആ സീസണിൽ. പിന്നീട് അദ്ദേഹം മുംബൈയിലേക്കൊക്കെ ചേക്കേറി. ഈ സീസണിൽ ഇഞ്ചുറിയൊക്കെ ആയിരുന്നു. അദ്ദേഹം പിന്നെ ഇടയ്ക്ക് വെച്ചിട്ടാണ് കളിച്ചു തുടങ്ങുന്നത്. ജനുവരി മുതൽ 11 മത്സരങ്ങളിൽ നിന്ന് 1 ഗോൾ 1 അസിസ്റ്റുമാണ്. അതൊരു വലിയ സ്റ്റാറ്റൊന്നും അല്ല. പിന്നെ ഒരു ഇഞ്ചുറി കഴിഞ്ഞ് വന്നൊരു പ്ലെയറാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സോ ആ ഒരു സാഹചര്യത്തിൽ നൊഗ്വേറ എന്ന് പറഞ്ഞ പോലെ 34 വയസ്സായി. അദ്ദേഹം ഒരു AM ആയിട്ട് കളിക്കും, CM റോൾ, അതായത് ഒരു ബോക്സ് ടു ബോക്സ് ഇതിൽ കളിക്കും. ഈ പറഞ്ഞ പോലെ ഒരു ചാൻസസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഉള്ളൊരു പ്ലെയറാണ് ആൽബർട്ടോ നൊഗ്വേറ എന്നുള്ളത് നമുക്ക് സംശയം പറയാനായിട്ട് സാധിക്കും. എന്താണെങ്കിലും ബംഗളൂരു എഫ് സി നടത്തിയൊരു നല്ല സൈനിങ് തന്നെയാണിത്. ഏതായാലും ഇതിൻ്റെ ഒരു ബട്ടർഫ്ലൈ എഫക്റ്റ് ഒന്നും ബ്ലാസ്റ്റേഴ്സിനെ ബാധിക്കാതിരുന്നാൽ മതി എന്നുള്ളതാണ്. കാരണം മുംബൈ ആണ് ഒരു പ്ലെയറെ വിടുന്നത്. അറിയില്ല, അവരുടെ അറിയാമല്ലോ, മറ്റ് ടീമുകളിൽ നിന്ന് വിദേശ താരങ്ങളെയൊക്കെ പിക്ക് ചെയ്യുന്നൊരു ക്ലബ്ബ് കൂടിയാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പം എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടും കമ്പോസ് ചെയ്യാൻ വേണ്ടി കാണിക്കാൻ സനിയ.